നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് ചതിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ. അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വേറൊരു വെർഷൻ ഉണ്ട്, അതിനെക്കുറിച്ചും ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാൻ വന്നു. ഞാനിപ്പോൾ ഇവിടെ ബിഗ് ബോസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ലാലേട്ടനെയും ബിഗ് ബോസിനെയും വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ നോക്കി കണ്ടാൽ, രതീഷ് പുറത്തായി. വോട്ടിങ്ങിൻ്റെ ബേസിസിലാണ് പുറത്തായിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും രതീഷ് പുറത്തായത്? എവിടെയാണ് രതീഷിന് വോട്ട് കുറഞ്ഞത്? എങ്ങനെയാണ് കുറഞ്ഞത്? ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, സീസൺ തുടങ്ങിയ അന്നു മുതൽ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് സംസാരിച്ച് തുടങ്ങിയ ആളാണ് രതീഷ്. നിർത്താതെ എല്ലാവരോടും സംസാരിക്കുകയും ഒച്ചയിടുകയും വഴക്കിടുകയും ഒക്കെ രതീഷ് ചെയ്തു. ആദ്യത്തെ ഏറ്റവും വലിയൊരു വഴക്കെന്ന് പറയുന്നത് ജാൻമണി ഒരു സിഗരറ്റ് ഗ്യാസിൽ നിന്ന് കത്തിച്ചു കൊണ്ടുപോയതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ വഴക്കാണ്. ആ വഴക്കിൽ അത്രയും ഒച്ചപ്പാടും ബഹളവും ഇടേണ്ടതില്ല, ഒന്ന് സമാധാനത്തിൽ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്ന അഭിപ്രായമാണ് മെജോറിറ്റി ഓഡിയൻസിനുമുള്ളത്. അത്രയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ അന്ന് ഉണ്ടാക്കുകയും അതേ തുടർന്ന് വീണ്ടും വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്ത സ്ഥിതിക്ക് തുടക്കമാണ്, ഫസ്റ്റ് വീക്കാണ്, തുടക്കമാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾ രതീഷിന് ആദ്യ ആഴ്ചയിൽ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ആദ്യ ദിവസം. രണ്ടാമത്, ഈ സ്മോക്കിംഗ് ഇഷ്യൂവിന് പിന്നാലെ ഉണ്ടായ ഒരു വലിയ പ്രശ്നമാണ് ഈ കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായ പ്രശ്നം. കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞുണ്ടായ പ്രശ്നം അത് ജാൻമണിയുടെ ഭാഗത്തായിരുന്നു 100% ന്യായം. മാത്രമല്ല, ജാൻമണി പിന്നീട് വന്ന് ക്യാമറയിൽ നോക്കി കരഞ്ഞു പറഞ്ഞതും, ഞാൻ എൻ്റെ സഹോദരനെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞതും, അവരുടെ നിഷ്കളങ്കതയും ഭാവവും ഒക്കെ ആദ്യ ദിവസങ്ങൾ കൂടിയാണെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒക്കെ പ്രേക്ഷകരിൽ ജാൻമണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും രതീഷിന് എതിരായ ഒരു വികാരം സൃഷ്ടിക്കുകയും ചെയ്തു. അതും ആ ദിവസങ്ങളിൽ രതീഷിന് വോട്ട് കിട്ടാതിരിക്കാൻ ഒരു കാരണം തന്നെയാണ്. നമ്മളൊക്കെ ജാൻമണിയുടെ ഭാഗത്താണ് ശരിയെന്ന അഭിപ്രായം പറഞ്ഞവരുമാണ്. മാത്രമല്ല, ഇതിനിടയിൽ ചെറുതും വലുതുമായ ക്യാപ്റ്റൻസി ടാസ്കിലടക്കം ചെറുതും വലുതുമായ പല വഴക്കുകളും രതീഷ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. പലതും അനാവശ്യ വഴക്കുകളും അനാവശ്യമായ ഒച്ചയിടലുകളുമായിരുന്നു. ആദ്യ ആഴ്ചയുടെ ഒരു കുഴപ്പം, ഓഡിയൻസ് ഷോ കണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് കണ്ടസ്റ്റൻസിനെ കുറിച്ച് അറിയാനുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്ത് തുടങ്ങുന്നൊരു ഹാബിറ്റ് പൊതുവേ ഫസ്റ്റ് വീക്കിൽ തന്നെ ഉടൻ തന്നെ അങ്ങ് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിലേറ്റീവോ ഫ്രണ്ടോ അല്ലെങ്കിൽ അത്രയും നമുക്ക് നേരത്തെ അറിയാവുന്ന നമ്മളൊരു ആരാധിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ വോട്ട് ചെയ്യും. അയ്യോ, ഇത് എൻ്റെ ആളാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യും. അപരിചിതരായിട്ടുള്ള നമുക്ക് അത്ര പരിചയമല്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ മനസ്സിലാക്കി അയാൾ എന്താണ് ഏതാണ് അയാളുടെ ഗെയിം കണ്ട് നമുക്ക് അയാളോട് ഇഷ്ടം തോന്നിയാലേ നമ്മൾ ഫോൺ എടുത്ത് കുത്തി വോട്ടൊക്കെ ചെയ്യാൻ പോകുള്ളൂ. മാത്രമല്ല, പൊതുവെ മലയാളികൾ വോട്ട് ചെയ്യാൻ മടിയന്മാരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാനൊക്കെ തുടക്കത്തിൽ ആൾക്കാർക്ക് ഒരു മടി കാണും. പൊതുവെ സാധാരണ ഒരു സീസൺ തുടങ്ങിയ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു എവിക്ഷൻ നടക്കുന്നത് അപൂർവമാണ്. മിക്കവാറും ഒക്കെ രണ്ടാമത്തെ ആഴ്ചയിലാണ് എവിക്ഷൻ നടക്കുന്നത് പലപ്പോഴും. അതിൻ്റെ ഒരു റീസൺ ഓഡിയൻസ് വോട്ട് ചെയ്യാനുള്ള അവരുടെ ഒരു മടി തന്നെയാണ്. തുടക്കത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ തോന്നുമ്പോഴാണല്ലോ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിവിടെ രതീഷിന് എതിരായി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അതിനൊക്കെ പുറമെയാണ് ഓൾറെഡി ആൾക്ക് വോട്ട് ചെയ്യാൻ മടിയാണ്, ഒരാളെ ഇഷ്ടപ്പെടാൻ മടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് രതീഷ് ഈ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി വെറുപ്പിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യാനൊന്നും താല്പര്യം കാണിക്കില്ല. അയാൾ കുഴപ്പമില്ല, കൊള്ളാമെന്നൊക്കെയുള്ള ഒപ്പീനിയൻസ് പറയും. അതേസമയത്ത് നേരത്തെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ കാര്യം എടുത്താൽ, ഇപ്പോൾ അൻസിബയ്ക്കൊക്കെ ആണെങ്കിൽ ബിഗ് ബോസിൽ അവരൊന്നും ചെയ്തില്ലെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഓൾറെഡി ഉണ്ട്. ഫാൻസും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും ഒക്കെ അവർക്ക് ഓൾറെഡി ഉണ്ട് ആക്റ്റീവായി തന്നെ. അതിപ്പോൾ സുരേഷിനും ഉണ്ടാവും. ആ ഒരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ശരണ്യയ്ക്കും ഉണ്ടാവും. ശരണ്യ ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. ബിഗ് ബോസിനകത്ത് അവർ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അവർക്കൊക്കെ തീർച്ചയായിട്ടും കുറച്ച് ഫാൻ ബേസ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അവരൊന്നും ഇത്രത്തോളം വെറുപ്പിച്ചിട്ടുമില്ല. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ഒരാൾ ഇദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ആദ്യ ദിവസങ്ങളിൽ വോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് സുരേഷിനും സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ജാൻമണിക്ക് ഒരു പണി ഇദ്ദേഹം കൊടുത്തപ്പോൾ മറുപണി സുരേഷ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊടുത്ത ഡേയിലോ അതിൻ്റെ അടുത്ത ഡേയിലോ ഒക്കെ ഓഡിയൻസിൽ ഒരു വലിയ വിഭാഗം പേരുടെ സപ്പോർട്ട് സുരേഷിന് പോകും. കാരണം ഇയാൾക്കിട്ടൊരു പണി കൊടുത്തല്ലോ എന്ന ബേസിസിൽ അങ്ങനെയും വോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെയും രതീഷിന് തിരിച്ചടി വരും. ഈ ഗെയിം ഫസ്റ്റ് വീക്കിൽ രതീഷിന് അനുകൂലമായിട്ട് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ അവസാനത്തെ ഡേയ്സിലാണ്. അതായത് ആദ്യ ദിവസം മീൻസ് സുരേഷ് ആരോപണം ഉന്നയിക്കുന്ന ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, ആ ഡേയിൽ സ്വാഭാവികമായിട്ടും അനുകൂലമായത് സുരേഷിനാണെങ്കിൽ പിറ്റേന്ന് തൊട്ട് രതീഷ് ആകെ സങ്കടപ്പെട്ട് കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ വിഷമിച്ചൊക്കെ നടക്കുന്ന സംഭവങ്ങളും, പിന്നെ പവർ ടീമുണ്ടല്ലോ, പവർ റൂം ടീം, അവർ രതീഷിന് കുറേ ശിക്ഷകളൊക്കെ കൊടുക്കാനും രതീഷിന് മാത്രം ശിക്ഷ കൊടുക്കുക, അങ്ങനെ ആള് ഭയങ്കര സെഡായിരിക്കുന്ന ഒരു സെറ്റപ്പ്. പിന്നെ പെട്ടിയെടുത്തുകൊണ്ട് പുറത്ത് പോയിട്ട് പിന്നെ നാണം കെട്ടി തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ഒരു സഹതാപവും
ആ ഒരു കൊമേഡിയൻ എന്നുള്ള ബേസിസിൽ, ഒരു എൻ്റർടൈനർ എന്നുള്ള ബേസിസിൽ അങ്ങനെ പുള്ളിയെ കുറച്ചൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങി. പിന്നെ സ്വാഭാവികമായിട്ടും ഈ അൻസിബ ആരോപണം ഉന്നയിക്കുകയും വീണ്ടും ഹൗസ് മേറ്റ്സും സുരേഷും എല്ലാവരും കൂടെ ഇദ്ദേഹത്തിനെതിരെ തിരിയുകയും ഒക്കെ ചെയ്തപ്പോൾ വീണ്ടും ആളുകളുടെ സപ്പോർട്ട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് കൂടി. അപ്പോഴേക്കും വോട്ട് ചെയ്യാനുള്ള ഡേയ്സ് പിന്നെ ഇല്ല, തീർന്നു, ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യ ദിവസങ്ങളിൽ വെറുപ്പിച്ചത് കാരണം വോട്ട് നഷ്ടപ്പെടുകയും അവസാനം ഇഷ്ടപ്പെട്ട് വന്നപ്പോഴേക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഓഡിയൻസിന് കിട്ടാതെ പോവുകയും ചെയ്തതാണ് രതീഷിന് വിനയായത്. ഇനി ബിഗ് ബോസ് എന്തിനു പുറത്താക്കി? വേണമെങ്കിൽ ബിഗ് ബോസിന് ഈ ആഴ്ച ഭിക്ഷ വയ്ക്കാതിരിക്കാം. അതിന് വേറൊരു റീസൺ ഞാൻ കാണുന്നത്, ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഹൗസിലെ എല്ലാവരെയും ഇദ്ദേഹം വെറുപ്പിച്ചു. കംപ്ലീറ്റ് ആളുകളെയും വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ അത്രത്തോളം കണ്ടന്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണ് നെക്സ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി ഇല്ല. രതീഷിന്റെ മാക്സിമം ശബ്ദം വരെ പോയി അല്ലേ? രതീഷിന്റെ മാക്സിമം എന്ത് ചെയ്തു? രതീഷ് ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തെടുത്തു. ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയില്ല. അതായത് രതീഷിന് ഒരു ലവ് കോംബോ നടക്കില്ല, കാരണം പുള്ളി ഓൾറെഡി മാരീഡ് ആണ്, കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് വരാനുള്ള പോസിബിലിറ്റി എന്തായാലും ബിബിയുടെ മുന്നിലില്ല. പിന്നെ രതീഷിനുള്ളത് ഒരു മാസ്റ്റർ മൈൻഡ് ഗെയിമറാണ്. എല്ലായിടത്തും നിന്ന് എല്ലാവരും കൂടെ നിന്ന് ടീമൊക്കെ ഉണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് ഒരു ബ്രില്യൻ ഗെയിമറായിട്ട്, ടാസ്കുകളിലടക്കം ഒരു ബ്രില്യൻ ഗെയിമറായിട്ട്, അതുപോലെ തന്നെ സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പോയിന്റുകൾ പറഞ്ഞ് ഫൈറ്റ് ചെയ്തൊക്കെ നിന്ന്, പിന്നെ അങ്ങനെ ഒരു സ്ലോ മൂവിങ് ആയിരുന്നു രതീഷിന് വേണ്ടിയിരുന്നത്. ഫസ്റ്റ് ഡേയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കോ, സെക്കൻഡ് ഡേ തൊട്ട് ഒന്ന് നമ്മൾ കാലുറപ്പിച്ച് നിന്ന് പതുക്കെ കയറി പോണായിരുന്നു. അതിന് രതീഷ് തയ്യാറല്ല. രതീഷ് വന്നപ്പോൾ തന്നെ പുള്ളിയുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങളും കൊണ്ട് വന്നു. അതെല്ലാം ഒന്നിന് പുറകെ വന്നിട്ട് ടപേ എന്ന് പറഞ്ഞ് രതീഷ് പൊട്ടിച്ചു. ആദ്യത്തെ ഒരാഴ്ച കണ്ടന്റിന്റെ പൂരമായിരുന്നു. പിന്നെ ഒന്നും ഇല്ലെന്നേ. ഇനി രതീഷ് നിന്നാൽ ബിഗ് ബോസ് നോക്കും, ഇയാളെ ഇനി നിർത്തിയാൽ എന്താണ്, ഇതിൽ കൂടുതലൊന്നും ഇനി ഇയാൾക്ക് തരാൻ പറ്റില്ല, സോ തൽക്കാലം പൊക്കോട്ടെ എന്ന് ഒരുപക്ഷെ അവർ വിചാരിക്കാം. ഇനി റീ എൻട്രിയുടെ പോസിബിലിറ്റി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ രതീഷിന് അനുകൂലമായ ഒരു തരംഗം ഓഡിയൻസിൻ്റെ ഇടയിലുണ്ട്. രതീഷ് വന്നെങ്കിൽ ഒന്നുകൂടെ പുള്ളിയുടെ കളി കാണണമെന്നൊരു താല്പര്യം ഇപ്പോൾ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ രതീഷിന് എന്ത് ചെയ്യാം, മടക്കി കൊണ്ടുവന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും ബി ഫസ്റ്റ് വീക്കിൽ പുറത്താക്കിയതിൻ്റെ ഒരു റീസൺ ഇതാണ്. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് വെളിയിലിട്ടു. ഇനി ഒന്നും ചെയ്യാനില്ല, അതും ഓൾമോസ്റ്റ് പുള്ളി പോയി. അപ്പോൾ പിന്നെ ഓട്ടും കൂടെ കുറവായപ്പോൾ ബിഗ് ബോസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു ഗെയിം ചേഞ്ചിങ്ങും ആകുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായി. ആദ്യ ആഴ്ചയിൽ തന്നെ ഒരു സ്ട്രോങ് പ്ലെയർ പുറത്താവുന്നു എന്ന് പറയുമ്പോൾ ഷോ കുറെ കൂടി ടൈറ്റ് ആവും. കണ്ടസ്റ്റൻസിനും അതൊരു വലിയ അടിയാണ്. അവശേഷിക്കുന്നവർക്ക് എല്ലാവരും കളിക്കളത്തിലേക്ക് ഇറങ്ങും, ഇല്ലെങ്കിൽ പണി പാളുമെന്ന് വിചാരിക്കും. മാത്രമല്ല ഫേക്ക് കണ്ടന്റുകൾ ഉണ്ടാവുന്നത് കുറയും, ജെന്യൂൻ കണ്ടന്റുകൾ ഉണ്ടാകും. അപ്പോൾ മാറ്റിപ്പിടിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ രതീഷിനെ ബിബിക്ക് തിരിച്ചു കൊണ്ടുവരെയും ആകാം. അങ്ങനെ ഒരു പോസിബിലിറ്റി നിൽക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ബിബി പറയുന്നത്. വിശ്വാസത്തിലെടുത്താൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടിയുണ്ട്. 2 തവണ വളരെ സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസിനെ പ്രൊവോക്ക് ചെയ്തു. ഒന്ന്, പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, ബിഗ് ബോസിനോട് ചോദിക്കാതെ തന്നെ പാക്ക് ചെയ്ത് തോന്നും പോലെ ഒരാൾ ഇറങ്ങി അങ്ങ് പോവാണ്. അതിനുശേഷം അവിടെ നിന്നിട്ട് കുറേ സമയമായി ആരും വിളിക്കുന്നില്ല, തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, ബിഗ് ബോസിന് എന്നെ ഇവിടെ വേണമെന്നുള്ളത് കൊണ്ടാണ് തുറന്നു തരാത്തത്, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ തുറന്നു വിടുമായിരുന്നു എന്നൊരു സാധനം പറഞ്ഞു. രണ്ടാമത്, സിജോയുടെ കൂടെ കൺഫെഷൻ റൂമിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ചും ബിഗ് ബോസിൻ്റെ അടുത്ത് ഒരിക്കലല്ല പലതവണ പുറത്തു പോകണം, എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഷോയ്ക്കും ആ ഒരു പ്ലാറ്റ്ഫോമിനും രതീഷ് ഒരു വാല്യൂം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മേക്കേഴ്സിൻ്റെ കണ്ണിൽ അതിലൂടെ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവിടെ ബിഗ് ബോസ് ഗെയിമറായിട്ട് ചിന്തിച്ചു, ഇയാളെ എങ്ങനെ യൂസ് ചെയ്യാം, ഇയാൾ ഇവിടെ നിന്നാലും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവും, അയാൾ പോകണമെന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ഇറക്കിയമാണ്, എന്നാൽ പിന്നെ ഒരു ഗെയിം ചേഞ്ച് ആയിക്കോട്ടെ. അവരതുകൊണ്ട് തന്നെ പുള്ളിയെ പുറത്താക്കിയിട്ട് ഞങ്ങൾ ഞെട്ടിച്ചു. അതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വശം എന്ന് പറയുന്നത്. ബി പറയുന്നത് ശരിയാണെങ്കിൽ, അതായത് വോട്ടിങ്ങിൻ്റെ ബേസിസിലാണെങ്കിൽ ഈ പറയുന്നതായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. ഞാൻ 2 വെർഷനും പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ വെർഷൻ ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞു, ബിഗ് ബോസ് ചിലപ്പോൾ നമ്മളെ തേച്ചതാവാം. പക്ഷെ പേഴ്സണലി അതിനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും ബിഗ് ബോസ് അങ്ങനെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്കൊരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കണമെങ്കിൽ എനി ടൈം അവർക്ക് വേണമെങ്കിൽ എലിമിനേറ്റും ചെയ്യാം, പല കാരണങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും അല്ല ഇവിടെ സംഭവം. എനിക്ക് തോന്നുന്നു വോട്ടിൻ്റെ ബേസിസ് തന്നെ ആകണം. കാരണം രതീഷിന് തുടക്കത്തിൽ വോട്ട് വീഴാൻ സാധ്യത കുറവാണ്. ലാസ്റ്റ് ഡേയിലാണ് ഇടയ്ക്ക് എത്തിയപ്പോഴാണ് പുള്ളിക്ക് ഒരു സപ്പോർട്ട് കിട്ടി വന്നത്. സോ ഇതാകണം പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുണ്ടാവുക. പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തും.